വളാഞ്ചേരി തിരൂർ റൂട്ടിൽ തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്ത സമ്പൂർണ്ണ പണിമുടക്ക് പൂർണ്ണം. വിദ്യാർത്ഥിനിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ പോലീസ് ബസ് കണ്ടക്ടറെ പ്രതി ചേർക്കുകയും ബസ് പിടിച്ചെടുക്കുകയും ചെയ്തെന്നാരോപിച്ചായിരുന്നു പണിമുടക്ക്. വിദ്യാർത്ഥി കോളേജിലേക്കുള്ള യാത്രാമധ്യേ പുത്തനത്താണിയിൽ നിന്നും ബസ്സിൽ കയറിയ ആൾ പെൺകുട്ടിയെ കയറി പിടിച്ചെന്ന പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തിരുന്നു. ബസ് വിട്ടുകിടണമെന്നാവശ്യപ്പെട്ട് വളാഞ്ചേരി തിരൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് സമരം ചെയ്തു. പിന്നാലെയാണ് തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും പൂർണ്ണമായി ബസ്സുകൾ നിർത്തിവെച്ച് സമരത്തിനൊരുങ്ങിയത്. പണിമുടക്ക് ദിവസം വളാഞ്ചേരിയിൽ നിന്നും ഒരു ബസ്സും സർവീസ് നടത്തിയില്ല. തൃശൂർ, കോഴിക്കോട് ദീർഘദൂര ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയിരുന്നത്. KSRTCയും സർവീസ് നടത്തി. സ്വകാര്യ ബസ്സുകളില്ലാത്തതിനാൽ യാത്രക്കാർ ഏറെ വലഞ്ഞു. ബുദ്ധിമുട്ട് KSRTC ഒക്കെ ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇല്ല, ബസ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും എന്തായാലും. ഞാൻ പൂവഞ്ചന. പ്രയാസമൊക്കെ ഉണ്ട്. ഞങ്ങള് ലൈൻ ബസ്സിനാണ് സാധാരണ പോവാറ്. അനുകൂലിക്കുന്നതിന്റെ ഡീറ്റെയിൽഡ് ആയുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് അറിയില്ല. കാരണം നമുക്ക് സ്കൂളിലേക്ക് സമരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തിരൂര് വളാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഇന്നലെ പൂർണ്ണമായും പണി മുടക്കിയിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം തിരൂർ DYSPയുമായി ബന്ധപ്പെട്ട് വെച്ചാൽ ഇവിടുത്തെ DYSPയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ പൂർണ്ണമായും ഈ മേഖലയോട്, ഈ തൊഴിലാളി വിഭാഗത്തോട് പൂർണ്ണമായും തൊഴിലാളി മേഖലയെ, ഈ തൊഴിൽ മേഖലയെ ഒരു സുരക്ഷയില്ലാത്ത രൂപത്തിലാണ് തിരൂർ DYSPയുടെ ഭാഗത്തു നിന്ന് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 2 സ്റ്റേഷനുകൾ, അതായത് വളാഞ്ചേരി ബസ് സ്റ്റേഷനും തിരൂർ ബസ് സ്റ്റേഷനും പൂർണ്ണമായിട്ടും തൊഴിലാളികൾ പണിമുടക്കുന്നത്. ഇത് ഒരു ബസ്സിന് വിഷയം മാത്രമല്ല, അത് പ്രത്യേകിച്ച് ഇവിടെ പറയാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തിരൂർ വളാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന കോട്ടക്കൽ വളാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ദോസ്ത് എന്ന് പറഞ്ഞ ബസ്സിലും ഇതേ വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പം നിരന്തരമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സ്വകാര്യ ബസ് തൊഴിലാളികൾക്കെതിരെ നടക്കുന്ന അന്യായത്തിനെതിരെ, അനീതിക്കെതിരെയാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇതേ സമീപനം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടരുന്നതെങ്കിൽ ജില്ലയിലും സംസ്ഥാനത്തേക്കും ഈ സമരം ഒരു പക്ഷേ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ സാധ്യതകളെ തള്ളിക്കളയേണ്ട ഒരു സാഹചര്യമല്ല. കാരണം അത്രയും മോശമായ ഒരു സാഹചര്യമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തികച്ചും നിരപരാധികളായ ആളുകളെ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ, നിരപരാധിയായ ആളുകളെ കള്ളനാക്കുന്ന പോലീസിൻ്റെ വിചിത്രമായ ഈ നടപടിക്കെതിരെയാണ്. ഇത് പൊതുജനത്തിന് കൂടി വേണ്ടിയാണ്. ആ ഒരു സമീപനത്തിനെതിരെയാണ് ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകുന്നത്. ഇന്ന് 520ഓളം ബസ്സുകളാണ് ഇന്ന് തിരൂരിലും വളാഞ്ചേരിയിലുമായി സർവീസ് നിർത്തിവെച്ച് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. അതേസമയം പീഡനവിവരം അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും പ്രതിയെ പോലീസിന് കൈമാറിയില്ലെന്നുമാണ് വിദ്യാർത്ഥിനിയുടെ പരാതി. എന്നാൽ വിദ്യാർത്ഥി തങ്ങളോട് പരാതി പറഞ്ഞിട്ടില്ലെന്നും ബസ് ജീവനക്കാർ പറയുന്നു. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ. ഈ ചാനൽ വളാഞ്ചേരി. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 071111.